ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ.
ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. നമുക്ക് അല്പം സന്തോഷവും ആശ്വാസവും നൽകുന്ന ഒരു വാർത്തയാണ് അല്ലേ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനൊരു വെടിനിർത്തൽ തൽക്കാലം ധാരണയിലായിട്ടുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ 4-5 ദിവസമായി പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘങ്ങളാണ് ഭാരതത്തിൽ എപ്പോഴും ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാലങ്ങളായി. എന്ന് പാകിസ്ഥാൻ രൂപപ്പെട്ടുവോ അന്ന് മുതൽക്കുണ്ട്. സ്വാതന്ത്ര്യം ഉറപ്പായതായിട്ടുള്ള സമയത്ത് ഒരു ഇസ്ലാമിക രാജ്യം വേണം എന്ന് പറഞ്ഞ് ഭാരതത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളെ എല്ലാവരെയും ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്ന അവകാശവാദം ഉന്നയിച്ചതും അങ്ങനൊരു പാകിസ്ഥാൻ എന്ന രാജ്യം പിറവിയെടുത്തതും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിൻ്റെ മുമ്പേ തന്നെ 14-ാം തീയതി തന്നെ അല്ലേ, ആഗസ്റ്റ് 14-ന് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അത് വൈകിപ്പോയാൽ ഇന്ത്യയിൽ പെട്ടുപോകും. പിന്നെ ഇന്ത്യയോട് യുദ്ധം ചെയ്തിട്ട് വേണം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ. അതുകൊണ്ട് സാമർത്ഥ്യം കാണിച്ച് ഒരു ദിവസം മുമ്പേ തന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അങ്ങനെ ഓഗസ്റ്റ് 14, 1947 പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. അന്ന് മുതൽക്ക് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുക നമ്മുടെ ഭാഷയിൽ. ഒരു തലവേദനയായിട്ട്, ഭാരതത്തിന് ഒരു തലവേദനയായിട്ട് അല്ലേ, ഭാരതഭൂമിയുടെ ഒരു ശിരസിൻ്റെ സ്ഥാനം തന്നെയാണ് കാശ്മീരും പാകിസ്ഥാനും ഒക്കെ. അപ്പോൾ തലയ്ക്കകത്ത് ബാധിച്ച ഒരു ട്യൂമറോ ക്യാൻസറോ എന്ന പോലെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കണം. ഭാരതം അങ്ങോട്ട് ആക്രമിക്കാൻ ഒരിക്കലും പോയിട്ടില്ല. ഒരു കാലത്തും ഒരു രാജ്യത്തെയും ആക്രമിക്കുന്ന സംസ്കാരം ഭാരതത്തിന് ഇല്ല. അപ്പോൾ അവസാനമായിട്ട് ഏപ്രിൽ മാസത്തിൽ നടന്നതായിട്ടുള്ള നിരപരാധികളായ നിരായുധരായ ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് അവരുടെ വസ്ത്രം അഴിച്ചു നോക്കി അവർ മുസ്ലിംകളല്ല ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം പുരുഷന്മാരെ അവരുടെ ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊല്ലുക എന്നുള്ള ക്രൂരകൃത്യം. എന്നിട്ട് അവരുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ് ഞങ്ങളെയും കൊന്നുകളയൂ എന്ന പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ കൊന്നുകളഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ ഇല്ല, നിങ്ങളെ കൊല്ലാതെ വിടുകയാണ്, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ മോദിയോട് പറയൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെ സൗമംഗല്യത്തിൻ്റെ സിന്ദൂരം മാച്ച് വൈധവ്യ ദുഃഖം കൊടുത്ത്, അകാല വൈധവ്യം കൊടുത്ത് എത്രയോ ദമ്പതികളെ അല്ലെങ്കിൽ എത്രയോ സ്ത്രീകളെ കരയിപ്പിച്ചു. അവരുടെ ആ എന്താ പറയുക, കരച്ചിൽ മാറ്റാൻ ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് ഈ ക്ഷത്രിയ ധർമ്മം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്, പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആരാണോ അതിന് നിമിത്തമായത്, ആരാണോ അതിന് മുൻകൈയെടുത്തത്, ആ ഭീകരന്മാരെ മുഴുവൻ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അവർ ലോകത്തിൻ്റെ എവിടെ പോയി ഒളിച്ചാലും അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് മോദിജി പ്രഖ്യാപിച്ചു. അന്ന് തന്നെ പ്രഖ്യാപിച്ചു. അതിനുള്ള ഒരുക്കങ്ങൾ സമയമെടുത്തു. 10-16 ദിവസങ്ങളെടുത്തു. അപ്പോൾ ഓരോരുത്തരും വിചാരിച്ചു
ഇത് വെറും പറച്ചിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് പലരും രാഷ്ട്രീയ ശത്രുക്കളെല്ലാം പരിഹസിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സമയം തിരഞ്ഞെടുത്തുകൊണ്ട് എവിടെയൊക്കെയാണോ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ താവളങ്ങൾ, പാകിസ്ഥാൻ സൈന്യമാണ് അവരെ രക്ഷിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു വിങ്ങാണ് ഈ ഭീകരർ എന്ന് തന്നെ പറയാം. പാകിസ്ഥാൻ സൈന്യത്തെ അവിടെയുള്ള ജനങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യം എന്ത് തോന്നിയവാസം കാണിച്ചാലും ഇപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും, പല മിസൈലുകളും തൊടുത്തു വിടുന്നത് അവിടെയുള്ള ലോക്കൽസാണ്, ആർമി യൂണിഫോം എന്നുള്ള ആളുകളല്ല. അതുപോലെ ഇന്ത്യൻ വിമാനങ്ങൾ ആകാശത്തൂടെ പറക്കുമ്പോൾ താഴത്തുനിന്ന് തോക്കുമായിട്ട് വെടിവെക്കുന്നത് ലോക്കൽസാണ്. അപ്പോൾ അവിടെയുള്ള ലോക്കൽസിൻ്റെ സ്വഭാവവും ഇവരുടെ സ്വഭാവം തന്നെയാണ്, ഈ തീവ്രവാദികളുടെ സ്വഭാവം തന്നെയാണ്. അതിന് കാരണം അവരുടെ മതത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആദർശങ്ങളാണ്. അവരുടെ മതഗ്രന്ഥമാണ് ലോകത്തിന് തന്നെ ഏറ്റവും പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. ആ മതഗ്രന്ഥത്തിൽ ആവശ്യമില്ലാത്ത ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിത്തിരുത്തി ഒരു എന്താ പറയുക പുതിയ രീതി അവർ ആവിഷ്കരിച്ചിട്ടില്ലെങ്കിൽ എന്നും ലോകത്തിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം എന്തായാലും അങ്ങനെ കൃത്യസമയത്ത് അവരെവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള 10-16 സ്ഥാനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിനിക്കൽ പ്രിസിഷൻ എന്ന് പറയാം. ക്ലിനിക്കൽ പ്രിസിഷൻ അതാണ് നമ്മുടെ ആയുധങ്ങളും അല്ലേ മിസൈലുകളും എല്ലാം നമ്മുടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള രീതികൾ. എവിടെ അടിക്കണോ അവിടെ മാത്രം അടിക്കുക, അല്ലാതെ ജനവാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആദ്യമേ കയറി പ്രൊവക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ മിലിറ്ററി ബേസുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ, ഇതൊന്നും ഇന്ത്യൻ ആർമി തൊട്ടിട്ടില്ല. ആദ്യത്തെ ആ ഒരു അറ്റാക്ക് കഴിഞ്ഞു, ഭീകര താവളങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കുറേ ഭീകരരെ വധിച്ചു, പ്രമുഖരായ ഒരുപാട് ഭീകരരെ വധിച്ചു. ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാൾ മാത്രമേ ഇപ്പോഴും രക്ഷപ്പെട്ട് പുറത്തിരിക്കുന്ന ആളുള്ളൂ. ബാക്കി അവരുടെ വംശം തന്നെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഭാരതം പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇനി അവിടുന്ന് വല്ല പ്രൊവക്കേഷൻ ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാവുമെന്നും വാണിംഗ് കൊടുത്തു. പക്ഷേ പാകിസ്ഥാൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അവർ വെറുതെ ഇരുന്നില്ല. അവർ വീണ്ടും 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 ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, പഞ്ചാബിലും ജമ്മു കാശ്മീരിലും ഒക്കെ ഉള്ളതായിട്ടുള്ള ജമ്മു, അതും പ്രത്യേകിച്ച് ഹിന്ദുക്കളും സിഖുകാരും തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പല ആക്രമണങ്ങളും നടത്താൻ ശ്രമിച്ചത്. പക്ഷേ നമ്മുടെ എന്താ പറയുക ഗവൺമെൻറ്റും മിലിറ്ററിയും നല്ല ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. മുമ്പേ തന്നെ വേണ്ട ആയുധങ്ങളെല്ലാം മേടിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് മേടിച്ചിട്ടുള്ള S-400 എന്ന് പറയുന്ന ആ ഒരു ഡിഫെൻഡിങ് റഡാർ സിസ്റ്റത്തോട് കൂടിയതായിട്ടുള്ള പ്രത്യാക്രമണം ചെയ്യുന്ന ആ മിസൈൽ സിസ്റ്റം, സുദർശനം എന്നതിന് പേരിട്ടിട്ടുണ്ട് ഭാരതീയർ. ആ സുദർശനം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഒരു പോറലേൽക്കാതെ അവരുടെ ഡ്രോണുകളെയൊക്കെ തകർക്കാൻ സാധിച്ചു. ഭാരതത്തിലേക്ക് അധികം പ്രവേശിക്കാതെ ബോർഡറിൽ വെച്ച് തന്നെ എല്ലാ അവരുടെ പ്രയത്നങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് നിമിഷ നേരം കൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മുടേതായിട്ടുള്ള റഫാൽ പോലെയുള്ളതായിട്ടുള്ള വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ കുറച്ചുകൂടി മർമ്മസ്ഥാനങ്ങളിൽ എന്ന് വെച്ചാൽ ജനവാസ സ്ഥാനങ്ങളല്ല, അവരുടെ എന്താ പറയുക വിമാനത്താവളങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ മിലിറ്ററി ബേസ് പോലെയുള്ള സ്ഥാനങ്ങൾ, അങ്ങനെയുള്ളവിടെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും
ഭാരതം അവരെ ഉപദ്രവിക്കണം എന്നുള്ള രീതിയിൽ അടിച്ചിട്ടില്ല. ഇന്ന് ഇത്രയും നേരം അടിച്ചിട്ടില്ല വേണ്ട പോലെ. ഒരു വളരെയധികം എന്താ പറയുക, നിയന്ത്രണം പാലിച്ചുകൊണ്ടാണ് ഭാരതം അതിൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ സ്വഭാവമാണ്. നമ്മൾ ശരിക്കൊന്ന് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാരതീയരെല്ലാവരും കൂടി ഒന്ന് ഊതിക്കഴിഞ്ഞാൽ പറക്കാനുള്ളതേ ഉള്ളൂ പാകിസ്ഥാൻ. നമ്മളത് ചെയ്യാറില്ല. അപ്പോൾ വളരെ റിസ്ട്രെയിൻഡ് പാലിച്ചുകൊണ്ട്, വളരെ നിയന്ത്രണത്തോടുകൂടി, ആത്മനിയന്ത്രണത്തോടുകൂടി, ജനങ്ങൾക്കൊന്നും ദ്രോഹം ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് അവർക്ക് മുതൽ നാശം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനു വെച്ചാൽ അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനായിക്കൊണ്ട്. എന്തിൻ്റെ ശക്തിയിലാണോ അവരിങ്ങനെ ഈ കൊള്ളരുതായ്മകൾ ചെയ്യുന്നത്, ആ ശക്തികളെല്ലാം ക്ഷയിപ്പിക്കാനായിട്ട് അവരുടെ ആയുധശേഖരങ്ങൾ നശിപ്പിക്കുക, അവരുടെ പട്ടാള ക്യാമ്പുകൾ നശിപ്പിക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവർ പിന്തിരിയുന്നില്ല. ഓരോ ദിവസവും വാണിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പിന്തിരിഞ്ഞാൽ ഞങ്ങൾ നിർത്താം എന്ന് ഓരോ ദിവസവും പ്രഖ്യാപിക്കുന്നുണ്ട് ഭാരതത്തിൽ നിന്നും. പക്ഷെ അത് കേൾക്കാതെ വീണ്ടും വീണ്ടും ഓരോ രാത്രികളിലും ഇരുട്ടത്ത് അവർ ആക്രമിച്ചു കൊണ്ടിരുന്നു. അതിന് പിന്നെ തിരിച്ച് കുറച്ചുകൂടി രൂക്ഷമായിട്ട് അങ്ങോട്ട് അടിച്ചു. അങ്ങനെ കറാച്ചി തുറമുഖം, അതുപോലെ അനേക വിമാനത്താവളങ്ങൾ, അവരുടെ മെയിൻ സിറ്റികളിലുള്ള വിമാനത്താവളങ്ങളൊക്കെ തകർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പട്ടാള ക്യാമ്പുകൾ, ബേസുകൾ, അതെല്ലാം കുറേ തകർത്തിട്ടുണ്ട്. എത്രത്തോളം ആളപായം അവരുടെ ഭാഗത്തുണ്ടായി എന്നുള്ളത് അവർ പറയില്ല, നമ്മളും അത് പ്രഖ്യാപിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിനെ പുറത്ത് പ്രകടിപ്പിക്കില്ല. എത്ര പേരെ കൊന്നാലും ഞങ്ങൾ ഇത്ര പേരെ കൊന്നു എന്ന് വീരവാദം മുഴക്കുന്നത് നല്ലതല്ല. അത് വീണ്ടും പ്രൊവോക്ക് ചെയ്യുകയുള്ളൂ. അവർ തന്നെ എണ്ണിയെടുത്തോട്ടെ എത്ര പേര് ആപത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അവരുടെ വിമാനങ്ങളും മിസൈലുകളും എല്ലാം തകർത്തു. അപ്പോൾ അവർ വാസ്തവത്തിൽ നിരായുധരാക്കപ്പെട്ടു. അങ്ങനെ ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ അണ്വായുധം പ്രയോഗിക്കുന്നൊക്കെ ഭീഷണിയൊക്കെ ഉണ്ട്. വെറുതെ പൊങ്ങച്ചം പറയുക, ഞങ്ങളുടെ കയ്യിൽ അണ്വായുധമുണ്ട്, ഞങ്ങളത് പ്രയോഗിക്കുന്നൊക്കെ. അങ്ങനെ പ്രയോഗിച്ചാൽ എന്തുണ്ടാവും? നമ്മുടെ റെസിസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് അണ്വായുധം വരാതെ തിരിച്ച് അവർക്ക് തന്നെ അത് അങ്ങോട്ട് തിരിച്ചടിക്കും. അല്ലേ? ബ്രാഹ്മണരെ ഉപദ്രവിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നത്. നമ്മുടെ അംബരീഷനെ ഉപദ്രവിക്കാൻ ചെന്ന നമ്മുടെ ദുർവാസാവിൻ്റെ കൃത്യയ്ക്ക് ഉണ്ടായ അപകടം പോലെ. അപ്പോൾ അത് തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. അവരയച്ച അണുആയുധം മതി അവരെ നശിപ്പിക്കാൻ. ഇന്ത്യ പ്രത്യേകിച്ച് അണുആയുധം പ്രയോഗിക്കേണ്ടതില്ല. പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്യാനുള്ള അണുആയുധമൊക്കെ ഇന്ത്യയുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുള്ള മിസൈലുകളും ഉണ്ട്. എന്നുവെച്ചാൽ പാകിസ്ഥാൻ്റെ എല്ലാ മുക്കും മൂലയിലും നമ്മുടെ അണുആയുധങ്ങളുടെ ശക്തി പ്രഹരിക്കാനായിക്കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിൽ ഒരു സാഹചര്യം വന്നാൽ തട്ടിക്കളയാം, അത്രേ ഉള്ളൂ. അതവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അവർ നിസ്സഹായരായി അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ട് ഇന്ന് 3:35 അവിടുത്തെ DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, നമ്മുടെ ഇന്ത്യയിലെ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടറുമായിട്ട് സംസാരിച്ച് 5 മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ അതിന് പുറകിൽ അമേരിക്കയും അതുപോലെയുള്ളതായിട്ടുള്ള മറ്റ് സൗദി അറേബ്യ, ചൈന മുതലായവരൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതം അത് കേൾക്കുകയോ അത് കേട്ട് പേടിക്കുകയോ ചെയ്തിട്ടല്ല. പക്ഷെ ഭാരതത്തിന് യുദ്ധം താല്പര്യമില്ല. തിരിച്ചടി മാത്രമേ ഉള്ളൂ ഭാരതം, അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന പരിപാടിയില്ല. അപ്പം അതുകൊണ്ട് അമേരിക്കയെ പേടിച്ചിട്ടോ മറ്റൊരാളെ പേടിച്ചിട്ടോ അല്ല. ഇവർ അടിയറവ് പറയും പോലെ, ക്ഷമാപണം ചെയ്യും പോലെ നമ്മുടെ അധികാരികളെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എപ്പോഴും ക്ഷമിക്കുന്നവരാണ്, അല്ലേ? വലിയേട്ടന്മാർ അനുജന്മാരോട് ക്ഷമിക്കണ്ടേ? അതെപ്പോഴും നമ്മുടെ സംസ്കാരത്തിലുള്ളതാണ്. അതുകൊണ്ട് തൽക്കാലം ക്ഷമിച്ചു.
ഇനി ഒരു ആക്രമണം ഏത് രീതിയിൽ, ഭീകരന്മാരുടെ രീതിയിലാണെങ്കിലും അവിടെ നിന്നുണ്ടായാൽ അത് യുദ്ധമായി പ്രഖ്യാപിക്കും, തിരിച്ചടി ഭയങ്കരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ക്ഷമിച്ച് സീസ് ഫയർ ഓർഡർ ആയിട്ടുണ്ട്. ഇന്ന് രാത്രി എല്ലാവർക്കും സമാധാനമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം ചതിയന്മാരാണ്. അവസരം പരാജയപ്പെടുന്നു എന്ന് കാണുമ്പോൾ അവരുടെ തന്നെ മതം അവരെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ പരാജയപ്പെടുന്നുവോ അവിടെ നിങ്ങൾ വിനീതരാവുക, സറണ്ടർ ചെയ്യുക, പിന്നീട് നിങ്ങൾ ശക്തി ആർജിച്ച ശേഷം തിരിച്ചടിക്കുക. ഇതവരുടെ നയമാണ്. അപ്പോൾ അതിന് എന്താ പറയുക, ഒരു അഭിനയമായിട്ട് ചിലപ്പോൾ ആവാം. അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കൽ വന്നാൽ മാപ്പില്ലാത്ത ദഹനം അവരനുഭവിക്കേണ്ടി വരും, ലങ്കാദഹനം പോലെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരേക്കും നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ എന്താ പറയുക ഗാംഭീര്യം, അതിൻ്റെ ഗൗരവം, അതിൻ്റെ അഭിമാനം എല്ലാം ഉയർത്തിപ്പിടിച്ചു. നമ്മൾക്കൊക്കെ അതിൽ അഭിമാനിക്കാം, സന്തോഷിക്കാം. നമ്മളോട് കളിച്ചാൽ ഇതാണ് എന്ന് ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദുഷ്ടശക്തികൾക്ക് എന്തും ആവാം, ഏത് നയവും അവർ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം. റിലാക്സ് ചെയ്യാറായിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ആശ്വസിക്കാം, സന്തോഷിക്കാം. ഭാരത് മാതാ കീ ജയ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കാം, ഇനിയും ഇതുപോലെയുള്ള പ്രൊവക്കേഷൻസ് ഉണ്ടാക്കാതിരിക്കാം. രാജ്യത്ത് അവർക്കും സമാധാനമായിട്ട് കഴിയാം, അവരുടെ ജനങ്ങൾക്കും മനസ്സമാധാനത്തോടുകൂടി കഴിയാം. പക്ഷെ അവർക്ക് സമാധാനം ഭൂമിയിലല്ല, അവർക്ക് സ്വർഗത്തിൽ പോയി ഹൂറികളോടുകൂടി കഴിയുന്നതാണ് അവരുടെ സമാധാനം. അങ്ങനെയുള്ള ഒരു വിഡ്ഢി തത്വശാസ്ത്രം, തത്വമൊന്നുമില്ല അതിൽ, വിഡ്ഢി ആശയം, അതാണ് അവരുടെ തലയ്ക്കകത്ത് കിടക്കുന്നത്. അതാണ് ഈ ലോകത്തെ ഒരു നരകമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, അവിടെയുള്ള ജനങ്ങൾക്ക് വെളിവുണ്ടായിട്ട് ജനങ്ങൾ അധികാരികളെ ചോദ്യം ചെയ്യട്ടെ, അവരെ നിലയ്ക്ക് നിർത്താനുള്ള തൻ്റെ ഇടം നാട്ടുകാർക്ക് ഉണ്ടാവട്ടെ. എന്തായാലും ഒരുപാട് നഷ്ടം പാകിസ്ഥാന് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ റീബിൽഡ് ചെയ്യാനുള്ള ധനമൊന്നും അവരുടെ കയ്യിലില്ല. അവരിപ്പോൾ കൂടി IMF എത്രയോ ബില്യൺ ഡോളേഴ്സ് കെഞ്ചി കടമെടുത്തിരിക്കുകയാണ്. അതിനി ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കാതിരിക്കട്ടെ. വിഡ്ഢികളാണ്. പട്ടിണി കിടന്നും ആയുധം വാങ്ങിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നയം. അത് തോന്നാതിരിക്കട്ടെ. എന്തായാലും നമുക്ക് ഈ ഒരു സന്തോഷവും ആശ്വാസവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പ്രൈഡ്, അതിൽ നമുക്ക് അഭിമാനിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. നമ്മുടെ മനസ്സ് ഭഗവത് ചിന്ത കൊണ്ട് ശാന്തമാക്കാം, സ്വസ്ഥമാക്കാം. നമുക്ക് 52-ാം അധ്യായം, ദശമസ്കന്ധത്തിലെ 52-ാം അധ്യായം 18-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 18 മുതലുള്ള ശ്ലോകങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 55-തമോऽധ്യായഃ. രാജോവാച ഭഗവൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസഃ യദാ മാഗധസൽവാദീൻ ജിത്വാ കന്യാമുപാഹരത്. ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യാ മാധ്വീർലോകമലാഭഃ കോ नु തൃപ്യേത ശൃണ്വാനഃ ശ്രുതജ്ഞോ നിത്യനൂതനാഃ.
ശ്രീശുക ഉവാച രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാ ച വരാനന രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്ദരഃ രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാ സതി സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയഃ ഗൃഹാഗതൈർഗീയമാനാഃ തം മേനേ സദൃശം പതിം താം ബുദ്ധിലക്ഷണൗദാര്യരൂപശീലഗുണാശ്രയാം കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോഢും മനോദധേ ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്വിഡ രുഗ്മീ ചൈദ്യം അമന്യത തദവേത്യസി അസിതാവാംഗീ വൈദർഭീ ദുർമനാഭൃശം വിചിന്യാപ്തം ദ്വിജം കഞ്ചിത് കൃഷ്ണായ പ്രാഹിണോ ദ്രുതം ദ്വാരകാം സമഭ്യേത്യ പ്രദീഹാരൈഃ പ്രവേശിതഃ അപശ്യദാദ്യം പുരുഷം ആസീനം കാഞ്ചനാസനെ ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്തം അവരുഹ്യ നിജാസനാത് ഉപവേശ്യാർഹയാൻ ചക്രേ യദാത്മാനം ദിവൗഗസഃ തം ഭുക്തവന്തം വിശ്രാന്തം ഉപഗമ്യ സതാം ഗതിഃ പാണിനാഭിമൃശൻ പാദൗ അവ്യഗ്രഹ തം അപൃച്ഛത കച്ചിദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്തേ വൃദ്ധസമ്മതഃ വർത്തത്തെ നാദികൃത്സ്രേണ സന്തുഷ്ടമനസഃ സദാ സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാനസ്വാദ്ധർമാത് സഹി അസ്യാഖിലകാമദുഃഖ അസന്തുഷ്ടോ അസകൃത് ലോകാനാപ്നോത്യപി സുരേശ്വരഃ അകിഞ്ചനോപി സന്തുഷ്ടഃ ശേതേ സർവാംഗവിജ്വരഃ വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണഃ ശാന്താൻ നമസ്യേ ശിരസാ സകൃത് കച്ചിദ്വഹ കുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാഃ സുഖം വസന്തി വിഷയേ പാല്യമാനാഃ സമേ പ്രിയഃ യതസ്ത്വം ആഗതോ ദുർഗം നിസ്തീര്യേഹ യദിച്ഛയാ സർവം നോ ബ്രൂഹ്യഗുഹ്യം ചേത് കിം കാര്യം കരവാമതേ ഏവം സംപൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിനാ ലീലാഗൃഹീതദേഹേന തസ്മൈ സർവം അവർണയത് രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരകോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്തലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമഭദ്രവം മേ കാത്വാ മുകുന്ദ മഹതീകുലശീലരൂപവിദ്യാവയോ ദ്രവിണ ദാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം തന്മേ ഭവാൻ ഖലു വൃതപതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി മാ വീരഭാഗമവിമർശതു ചൈദ്യ ആരാത് ഗോമായുവൻ മൃഗപതേർബലിമംബുജാക്ഷ പൂർത്തേഷ്ടദത്തനിയമവ്രതദേവ വിപ്രഗുരുവർച്ചനാദിവിരലം ഭഗവാൻ പരേശഃ ആരാധിതോ യതി ഗദാഗ്രജയത്യപാണിം ഗൃഹാതു മേ നദമഘോഷസുതാദയോന്യേ ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്ത സമേത്യ പൃതലാപതി വിപരീതഃ നിർമധ്യ ചൈദ്യ മഗധേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽകാം അന്തഃപുരാന്തരചരീം അനിഹത്യ ബന്ധൂൻ ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദ്യുരസ്തി മഹതീകുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂർഗിരിജാമുപേയാത് യസ്യാംഗ്രിപങ്കജലജസ്നപനം മഹാന്തോ വാഞ്ചം ദ്യുമാപതിരിവാത്മതമോപഹത്यै യർഹ്യംബുജാക്ഷ ന ലഭേയ ഭവത്പ്രസാദം ജഹ്യാം അസൂൻ വ്രതകൃശാൻ ശതജന്മഭിः സ്യാത് ബ്രാഹ്മണ ഉവാച ഇത്യേതേ ഗുഹ്യസന്ദേശാഃ
യദുദേവ മയാ ഹൃദാഃ വിമൃശ്യ കർത്തും യച്ഛാത്ര ക്രിയതാം തദനന്തരം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹ പ്രസ്താവേ ദ്വിപഞ്ചാശത്തമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഒരു സെക്കൻഡ് കേട്ടോ. ഇപ്പോൾ രുക്മിണി സ്വയംവര കഥയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. രാവിലത്തെ ക്ലാസ്സിൽ ദശമസ്കന്ധത്തിലെ 52-ാം അധ്യായം 36-ാം ശ്ലോകം വരെ കണ്ടു. അതിൽ 18, 19, 20 ശ്ലോകങ്ങളെ കൊണ്ട് പരീക്ഷിത്ത് രാജാവ് രുക്മിണി വിവാഹ കഥയെ വിസ്തരിച്ച് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ഇന്നലെ തന്നെ കണ്ടതാണ്. ഇന്ന് രാവിലെ വീണ്ടും കണ്ടു. അതിനെ തുടർന്നാണ് ശ്രീശുക ബ്രഹ്മർഷി ആ കഥ പറയാൻ ആരംഭിച്ചത്. ആദ്യം രുക്മിണിയെ പരിചയപ്പെടുത്താൻ രുക്മിണി വിവാഹത്തിൻ്റെ ഒരു പശ്ചാത്തലം എല്ലാം വർണ്ണിക്കുകയാണ്. അപ്പോൾ വിദർഭ എന്നതായിട്ടുള്ള ദേശത്തിൻ്റെ അധിപതിയായി ഭീഷ്മകൻ എന്ന മഹാനായ രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാർ, ഏക കന്യക, സുന്ദരിയായ കന്യകയും. ആ 5 പുത്രന്മാരുടെ പേരുകൾ പറഞ്ഞു. രുക്മി, രുക്മരഥഃ, രുക്മബാഹുഃ, രുക്മകേശഃ, രുക്മമാലി. അനുജത്തിയുടെ പേര് രുക്മിണി എന്നും. അപ്പോൾ 5 പേർക്കും കൂടി ഏക സഹോദരി. അല്ലേ? 5 ഇന്ദ്രിയങ്ങളും മനസ്സും പോലെ. മനസ്സിൻ്റെ സ്ഥാനത്താണ് ഇവിടെ രുക്മിണി ദേവി. അപ്പോൾ മനസ്സ് ഭഗവാനിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നുകൂടി സൂചനയുണ്ട് ഈ കഥയിൽ. ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ചാൽ പോലും മനസ്സ് ഭഗവാനിൽ ഉറച്ചിരുന്നാൽ ആ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഉപദ്രവിക്കുകയില്ല. നേരെ മറിച്ച് ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്ന മനസ്സാണെങ്കിലോ, അത് ട്രെയിനിങ് കിട്ടാത്ത മനസ്സാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകും. നേരെ മറിച്ച് രുക്മിണി ദേവിക്ക് വേണ്ട ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഭഗവാന്റെ കഥകൾ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ്റെ അടുത്ത് വരുന്ന മഹാത്മാക്കളിൽ നിന്ന് കേട്ടു, ധാരാളമായി കേട്ടു. അതാണ് സാ ഉപസൃത്യ മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രിയഃ ഗൃഹാഗതൈർഗീയമാനാഹ തമ്മേനേ സദൃശം പതി. തൻ്റെ ഗൃഹത്തിൽ ആഗതരായ ആ മഹാത്മാക്കളാൽ ഗീയമാനാഹ മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രിയഃ, മുകുന്ദൻ്റെ രൂപം, വീര്യം, ഗുണം, ശ്രീ മുതലായവയെക്കുറിച്ച് കേട്ടിട്ട് തം സദൃശം പതിമേനെ, അദ്ദേഹത്തെ തനിക്ക്
യോഗ്യനായ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് തനിക്ക് ഉത്തമനായിട്ടുള്ള ഭർത്താവ്, തൻ്റെ രക്ഷകൻ എന്ന് സ്വയം മനസാ വരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രുക്മിണിയെക്കുറിച്ചും ഭഗവാൻ കേട്ടറിഞ്ഞു. രുക്മിണിയുടെ മനോഗതം ഭഗവാൻ സ്വയം അന്തര്യാമിയായതുകൊണ്ട് അറിഞ്ഞു, അല്ലെങ്കിൽ നാരദാദികൾ ഭഗവാനോട് വന്ന് പറഞ്ഞും അറിഞ്ഞു. അങ്ങനെ ഭഗവാനും നിശ്ചയിച്ചു അവളെ താൻ സ്വീകരിക്കും എന്ന്. സദൃശീം ഭാര്യാം സമുദ്വോടും മനോദതെ, അവളെ വിവാഹം ചെയ്യാനായിക്കൊണ്ട് മനസ്സിനെ ധരിച്ചു. എന്നെ പിടിച്ചവരെ, എന്നെ ആശ്രയിച്ചവരെ ഞാൻ തീർച്ചയായിട്ടും കൈപിടിച്ച് കൊണ്ടുവരും, എന്നെ ഗ്രഹിച്ചാൽ ഞാൻ അനുഗ്രഹിക്കും എന്ന് ലോകത്തോട് മുഴുവൻ ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ്. ഭഗവാന്റെ ഈ ഓരോരോ ലീലകളിലും ഭഗവാനെ അങ്ങോട്ട് ഗ്രഹിച്ചവരെ അനുഗ്രഹിക്കാതിരുന്നിട്ടേ ഇല്ല ഭഗവാൻ. ഭഗവാന്റെ ആ ഒരു കരുതൽ, കാരുണ്യം ഓരോ കഥകളിലും നമുക്ക് കാണാം. അപ്പോൾ ഈ രുക്മിണിയെ ബന്ധുക്കൾ, അച്ഛൻ മുതലായവരൊക്കെ കൃഷ്ണന് തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. എങ്കിലും രുക്മി എന്ന മൂത്ത ജ്യേഷ്ഠൻ ഇത്തിരി ഓവർ സ്മാർട്ടാണ് ഗൃഹത്തിൽ. അങ്ങനെയുള്ള ആള് അതിൽ നിന്ന് തൻ്റെ കുടുംബത്തെ പിന്തിരിപ്പിച്ച് തതോ നിവാര്യ കൃഷ്ണദ്വിഡ്, കൃഷ്ണനെ ദ്വേഷിക്കുന്നവനായ രുക്മി ചൈദ്യം അമന്യത, ചേതി രാജാവായ ശിശുപാലനെ തൻ്റെ സഹോദരിക്ക് ഭർത്താവായിട്ട് മനിച്ചു കരുതി. ഇത് ഈ വൈദർഭിയായ ദേവി അറിഞ്ഞു. വളരെ ദുഃഖമനുഭവിക്കുന്നവളായി. വൃശം ദുർമന, അങ്ങനെ ചിന്തിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. പരിഹാരം കണ്ടെത്തി. ഒരു ശ്രേഷ്ഠനായ യോഗ്യനായ ഒരു ബ്രാഹ്മണനെ കൃഷ്ണായ പ്രാഹിണോ ദ്രുതം, കൃഷ്ണന്റെ അടുത്തേക്ക് ദൂതനായിട്ട് വേഗം പറഞ്ഞയച്ചു. അദ്ദേഹം വേഗം വന്നു, ദ്വാരകയിൽ വന്ന്. ആ സമയത്ത് ഭഗവാന്റെ ദ്വാരകയിലെ ദ്വാരപാലകന്മാർ, പ്രതീഹാരന്മാർ, ബ്രാഹ്മണനായതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു തടസ്സവുമില്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ വന്ന് അപശ്യതാദ്യം പുരുഷമാസീനം കാഞ്ചനാസനെ, സ്വർണ്ണ ആസനത്തിലിരിക്കുന്ന ഭഗവാനെ അദ്ദേഹം കണ്ടു. ബ്രഹ്മണ്യദേവനായ ഭഗവാനോ തന്റെ ആസനത്തിൽ നിന്ന് വേഗം ഇറങ്ങി ചാടി എഴുന്നേറ്റ് എതിരേറ്റു ആ മഹാത്മാവിനെ, അല്ലെങ്കിൽ ആ ബ്രാഹ്മണനെ തന്റെ ആസനത്തിൽ ഉപവേശ്യ അർഹയാഞ്ചക്രെ പൂജിച്ചു. യഥാ ആത്മാനം ദിവൗകസഹ, എപ്രകാരമാണോ ദേവന്മാർ തന്നെ, നാരായണനായ തന്നെ പൂജിക്കുന്നത് അതുപോലെ. അങ്ങനെ ആ ബ്രാഹ്മണന് ഭോജനാദികൾ കൊടുത്തു, അദ്ദേഹത്തെ വിശ്രമിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്ന് തന്റെ കൈകളെ കൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങളെ തലോടിക്കൊടുത്തു. പാണിന അഭിമൃശൻ പാദൗ അവ്യഗ്രഹ തം അപൃച്ഛത, യാതൊരു വ്യഗ്രതയും കൂടാതെ സാവധാനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഒരു ബ്രാഹ്മണൻ എന്തെങ്കിലും ആവലാതിയായിട്ടോ ദുഃഖിതനായിട്ടാണോ തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു അപരിചിതനാണ്, അദ്ദേഹം വരാനുള്ള കാരണം എന്താണ്? അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ധർമ്മം നിർവഹിക്കാൻ വല്ല തടസ്സങ്ങളുണ്ടോ? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോ വൃദ്ധസമ്മതങ്ങളായ ധർമ്മങ്ങൾ അധികൃച്ഛ്രേണ വർത്തതേ കച്ചിത്, വലിയ ക്ലേശങ്ങളില്ലാതെ നടന്നു പോകുന്നില്ലേ? സന്തുഷ്ട മനസ്സ സദാ, അങ്ങെപ്പോഴും സദാ സന്തുഷ്ട മനസ്സനല്ലേ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് അങ്ങയുടെ ധർമ്മം നിർവഹിക്കുന്നില്ലേ? ഒരു ബ്രാഹ്മണൻ സന്തുഷ്ടനായി വർത്തിക്കുകയാണെങ്കിൽ എന്താ കിട്ടുന്നത്? എതിർച്ചാലാഭ സന്തുഷ്ടനായി വർത്തിക്കുകയാണെങ്കിൽ അവൻ സ്വധർമ്മത്തിൽ നിന്ന് നശിക്കാതെ അവന് ഈ ധർമ്മം തന്നെ ഒരു കാമധേനുവായി ഭവിക്കും. ഇനി ഇന്ദ്രപദവി കിട്ടിയിട്ടും അവൻ അസന്തുഷ്ടനാണെങ്കിൽ അവൻ ഓരോ ലോകങ്ങളെ വെട്ടിപ്പിടിച്ചാലും അവന് ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ ഒന്നുമില്ലാത്ത ഒരു അകിഞ്ചനൻ, ഒരു സന്യാസി ആവട്ടെ, അദ്ദേഹം സന്തുഷ്ടനായി ഇരിക്കുകയാണെങ്കിൽ സർവാംഗ വിജ്വരഹ ശേതെ, ഒരു അവയവങ്ങൾക്കും അല്ലെങ്കിൽ ശരീരത്തിനും മനസ്സിനും ഒന്നും യാതൊരു ആകാംക്ഷയുമില്ലാതെ, ജ്വരമില്ലാതെ ശയിക്കുന്നു, ഒരു പീഡയുമില്ലാതെ സുഖമായി ശയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സന്തുഷ്ടി എന്നുള്ള ഗുണമാണ് അഭ്യസിക്കേണ്ടത്, പ്രത്യേകിച്ച് ബ്രാഹ്മണര്, സന്യാസിമാര് എന്നൊക്കെ അർത്ഥത്തില്. വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധൂൻ ഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണ ശാന്താൻ നമസ്യേ
ശിരസാ അസകൃത്. അങ്ങനെയുള്ള യോഗ്യരായ ബ്രാഹ്മണരെ തനിക്ക് ലഭിക്കാനുള്ളത് കൊണ്ട് സന്തുഷ്ടനായി സദാചാരത്തിൽ നിന്ന് ചലിക്കാതെ എല്ലാ ഭൂതങ്ങൾക്കും സുഹൃത്തമനായിക്കൊണ്ട് അഹങ്കാരരഹിതനായി മനസ്സ് കാമാദികൾ ബാധിക്കാതെ ശാന്തിയുള്ളവനായി ആരാണോ, ഏത് ബ്രാഹ്മണനാണോ ജീവിക്കുന്നത്, ആ വിപ്രാൻ ശിരസാ അസകൃത് നമസ്യ. അങ്ങനെയുള്ള ബ്രാഹ്മണരെ ഞാൻ ശിരസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. അത്യന്തം സാത്വികന്മാരായ യോഗ്യന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ ഞാൻ ശിരസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഇനി അങ്ങേക്ക് കുശലം തന്നെയല്ലേ? അങ്ങയുടെ രാജാവ് അങ്ങയെ വേണ്ട പോലെ പരിരക്ഷിക്കുന്നില്ലേ? ഏതൊരു രാജാവിൻ്റെ രാജ്യത്താണോ സുഖം വസന്തി വിഷയേ പാല്യമാന സമേ പ്രിയ, ആ രാജാവും എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. തൻ്റെ പ്രജകൾക്ക് ധർമാനുഷ്ഠാനം ചെയ്യാനായിക്കൊണ്ട് എല്ലാ വ്യവസ്ഥകളും ചെയ്തു കൊടുക്കുന്ന ന്യായേന മാർഗേണ മഹിം മഹീഷാഹ പാലയന്ത. അങ്ങനെയുള്ള ന്യായമാർഗത്തിൽ ഭൂമിയെ പരിപാലിക്കുന്ന രാജാക്കന്മാര് ഭഗവാനും പ്രിയപ്പെട്ടവനാണ്. ഇനി അങ്ങ് ഇത്രയും വലിയ ദുർഗങ്ങളെല്ലാം കടന്ന് ഈ കടലിന്റെ നടുവിലുള്ള ദ്വീപായ ദ്വാരകയിലേക്ക് എങ്ങനെ വന്നു? യതിച്ഛയാ, ഇച്ഛിച്ചുകൊണ്ടാണ് അങ്ങ് വന്നത്? സർവം നോ ബ്രൂഹി അഗുഹ്യം ചേത്. അഗുഹ്യം ആണെങ്കിൽ, രഹസ്യം അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു തരൂ. കിം കാര്യം, എന്താണ് കർത്തവ്യമായിട്ട്? കരവാമ തേ തേ കരവാമ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്ത് കാര്യമാണ് ചെയ്തു തരേണ്ടത്? ഇങ്ങനെ ഭഗവാൻ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തുകൊണ്ട് വന്ന കാര്യം പറയാനുള്ള ആ ഒരു അവസരം കൊടുത്തു. ഏവം സംപൃഷ്ട സംപ്രശ്നോ ബ്രാഹ്മണ പരമേഷ്ഠിന ലീലാഗൃഹീതദേഹേന തസ്മൈ സർവം അവർണയത്. ഏവം സംപൃഷ്ട സംപ്രശ്ന, ഇങ്ങനെ നല്ലതുപോലെ ചോദിക്കപ്പെട്ട ആ ബ്രാഹ്മണ ആരാൽ? പരമേഷ്ഠിന സംപൃഷ്ട സംപ്രശ്ന, പരമേഷ്ഠി വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന ഭഗവാൻ, പരമേശ്വരനായ ഭഗവാനാൽ ഇപ്രകാരം ചോദ്യം ചെയ്യപ്പെട്ട ബ്രാഹ്മണ. ഭഗവാൻ എന്തിനു വേണ്ടി ശരീരം ഗ്രഹിച്ചിരിക്കുന്നു? ലീലാഗൃഹീത ദേഹേന, ലീലയായി ദേഹം ഗ്രഹിച്ചിരിക്കുന്ന ഭഗവാനാൽ ഇപ്രകാരം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആ ബ്രാഹ്മണൻ തസ്മൈ സർവം അവർണയത്. തസ്മൈ കൃഷ്ണായ, തസ്മൈ ഭഗവതേ, ആ ഭഗവാനോടായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വർണ്ണിച്ചു പറഞ്ഞു എന്നർത്ഥം. നമ്മളത് രാവിലെ സൂചിപ്പിച്ചു. താൻ എന്തിനു വന്നു, ആരുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത്, എന്താണ് പ്രശ്നം. അപ്പോൾ രുക്മിണിയുടെ പ്രതിനിധിയായിട്ടാണ്, ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്. ആ രുക്മിണി ഭഗവാനെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ രുക്മിണിയുടെ സഹോദരനായ രുക്മിണിയുടെ അനുവാദം കൂടാതെ മറ്റുള്ളവരെയും ധിക്കരിച്ചുകൊണ്ട് രുക്മിണിക്ക് ഇഷ്ടമില്ലാത്ത ശിശുപാലൻ എന്ന ചേതി രാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. വിവാഹം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ആ ദേവിയുടെ സന്ദേശമാണ് ദേവി ആത്മാർത്ഥമായി അങ്ങയെ ഭജിച്ചുകൊണ്ട് അങ്ങയെ തന്നെ ഭർത്താവായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ അമ്മയുടെ നിവേദനമാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ അത് അങ്ങ് തന്നെ വായിച്ചോളൂ, ഞാൻ കേൾക്കട്ടെ, അങ്ങക്കെല്ലാം അറിയാലോ, അതുകൊണ്ട് വായിച്ച് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞ സമയത്താണ് ആ ബ്രാഹ്മണൻ രുക്മിണിയുടെ ആ എന്താ പറയുക ലേഖനം, ലിഖിതം, അത് എന്താ പറയുക, അത് സീല് വെച്ചിട്ടുണ്ടാവും, അരക്കുകൊണ്ട് മടക്കി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ആ സീല് പൊട്ടിച്ച് ഭഗവാന്റെ മുമ്പിൽ വായിച്ച് അവതരിപ്പിക്കുകയാണ്. 7 ശ്ലോകങ്ങൾ. രുക്മിണിയുടെ ഭഗവാനോടുള്ളതായിട്ടുള്ള ആ ഒരു സമർപ്പണം, ടോട്ടൽ സമർപ്പണം, ഭക്തി അല്ലെങ്കിൽ പ്രേമം. എങ്ങനെ വെറുതെ ഇന്നത്തെ കുട്ടികളെ പോലെ ഒന്നും അറിയാതെയല്ല, എടുത്തുചാട്ടമല്ല, എല്ലാം വേണ്ട പോലെ അറിഞ്ഞ് വിവേകപൂർവം തൻ്റെ ജീവിതത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ശ്രേയസ്കരമായിട്ടുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. ഇതിൽ നിന്നുള്ളതെല്ലാം തന്നെ അധപ്പതിപ്പിക്കുന്നതാണ്, ഇതിൽ നിന്ന് അന്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്ന വിവേകമതിയായ ഒരു കന്യക,
എടുത്തുചാട്ടക്കാരിയായിട്ടുള്ള കന്യകമാരല്ല. അല്ലെ, നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നതെല്ലാം വേണ്ട പോലെ വിചാരം ചെയ്യാതെ, അച്ഛനമ്മമാരോട് വേണ്ട പോലെ ആലോചിക്കാതെ, ഗുരുജനങ്ങളോട് ആലോചിക്കാതെ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടാണ് അറിയിക്കുക. എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ച ശേഷം അവസാന നിമിഷം അത് മാറ്റാൻ പറ്റില്ലാത്ത രീതിയിൽ, ഒന്ന് ആലോചിക്കാൻ പോലും അവസരം കൊടുക്കാത്ത രീതിയിൽ അവതരിപ്പിക്കും. ഇതില്ലെങ്കിൽ ഞാനില്ല, എനിക്ക് ഇയാളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി, ഇയാളെ അല്ലെങ്കിൽ ഞാൻ വേറൊരാളെയും കല്യാണം കഴിക്കില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നൊക്കെയുള്ള ഭീഷണി, ബ്ലാക്ക് മെയിലിംഗ് എല്ലാമായിട്ടാണ് ഇന്നത്തെ കുട്ടികൾ. നേരത്തെ തന്നെ എല്ലാം ആലോചിക്കണം അച്ഛനമ്മമാരോട്. ഇങ്ങനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട്, അയാൾ എല്ലാ യോഗ്യതകളും തികഞ്ഞതാണ്, നമുക്ക് പറ്റിയ ആളാണ്, നമ്മൾക്ക് യാതൊരു ദോഷവും അതുകൊണ്ടുണ്ടാവില്ല എന്നൊക്കെ തുറന്ന് അച്ഛനമ്മമാരോട് ചർച്ച ചെയ്യാൻ പറ്റണം. അച്ഛനമ്മമാരും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും വേണം. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഉടനെ തന്നെ വാളെടുത്ത് വെട്ടാൻ പോകുന്ന പോലെയുള്ള അച്ഛനമ്മമാരായാൽ കുട്ടികൾക്ക് പേടിയുണ്ടാവും. അല്ലേ? ഇന്നത്തെ രീതിയിൽ നമ്മൾ പണ്ടത്തെ മീശ വെച്ച് വറപ്പിച്ച് മക്കളെ അടിമകളെ പോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ചെയ്യാവൂ, ഞാൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളെ നടക്കൂ എന്നൊന്നും പറയുന്ന മീശ പിരിക്കുന്ന അച്ഛന്മാരോ കാരണവന്മാരോ ആവരുത്. അതുപോലെ എന്തെങ്കിലും അവിവേകം കാണിക്കുന്ന അമ്മമാരാവരുത്, എടുത്തു ചാടുന്ന അമ്മമാരാവരുത്. കുട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, പറയാൻ ധൈര്യം കൊടുക്കണം. എന്നിട്ട് അവരെ ചിന്തിപ്പിക്കണം, അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മൾ ആലോചിച്ച് കുറച്ച് സമയമെടുക്കാം, നമുക്ക് ആലോചിക്കാം, വരും വരായികളെ കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കാം. അതിനുള്ള അവസരം കൊടുക്കണം. അത് കുട്ടികളും തയ്യാറാകണം. മുതിർന്നവർ പറയുന്നതിൽ കാര്യമുണ്ടോ, ഇത് ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് നിശ്ചയിച്ചിട്ട് പിന്നെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അതുകൊണ്ട് കുട്ടികളും കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലേ, എതിർകക്ഷിക്ക് വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും നല്ലതുപോലെ ആലോചിച്ച് സമ്മതിച്ചാൽ ഞാൻ തയ്യാർ എന്ന് പറയാറാകണം. കുട്ടികളും വാക്ക് കൊടുത്തു പോകരുത്. വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, അവരോട് ചർച്ച ചെയ്യാനുണ്ട്, അവർക്ക് തൃപ്തിയാണെങ്കിൽ, അവരുടെ സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിത് എന്താ പറയുക, എനിക്കിപ്പോൾ ഇത് 80% സമ്മതമാണ്, പക്ഷെ ഒരു 20% സമ്മതം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാനുണ്ട്. അതും കൂടി ആവുമ്പോഴേ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയാനുള്ള തൻ്റെ കുട്ടികളും കാണിക്കണം. അവരും അടിമകളെ പോലെ പെരുമാറരുത്. ഏതെങ്കിലും ഒരാളെ കാണുമ്പോഴേക്കും അവരുടെ എല്ലാം കൊണ്ടും അടിമകളായി പോകരുത്. ആ രീതിയിൽ സ്വതന്ത്രരായി ചിന്തിക്കാനുള്ള കഴിവുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിലും അച്ഛനമ്മമാർക്ക് വലിയ പങ്കുണ്ട്. ഇന്നിപ്പോൾ ധാരാളമായിട്ട് ഇങ്ങനെയുള്ള കേസുകൾ കാണുകയും കേൾക്കുകയും ചെയ്യും. അതിൻ്റെ ദുരന്തങ്ങൾ പിന്നീട് വിവാഹശേഷം അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നതും കൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മുടെ കണ്ടില്ല, ഇപ്പോൾ രുക്മിണിക്ക് സ്വയംവരത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരാൾ മാത്രമാണ് വില്ലനായി വന്നത്, സഹോദരനായ രുക്മി. അയാളാണ് വില്ലൻ. അയാൾ വില്ലനാണ് വാസ്തവത്തിൽ. അത് സ്വന്തം സഹോദരനാണെങ്കിലും വിവേകമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക്, അല്ലേ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ദുഷ്ടനായിട്ടുള്ള ആളെ തൻ്റെ സഹോദരിക്ക് കൊടുക്കുക, സഹോദരിക്ക് ഇഷ്ടമില്ലെങ്കിലും എന്ന് ചിന്തിക്കുന്നത് ഒരുതരം വില്ലത്തരമാണ്. അപ്പോൾ ഇവിടെ വില്ലൻ രുക്മിയാണ്. അതുപോലുള്ള രുക്മിമാർ പല വീടുകളിലും ഉണ്ടാവും, അല്ലേ, ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തോ അച്ഛൻ്റെ സ്ഥാനത്തോ അമ്മാവൻ്റെ സ്ഥാനത്തോ മറ്റേതെങ്കിലും രീതിയിൽ ചിലപ്പോൾ സഹോദരിയുടെ ഭർത്താവായിരിക്കാം ഇവിടെ വില്ലൻ്റെ രൂപത്തിൽ നിൽക്കുക. പലരും ആവാം. അപ്പോൾ ആ രുക്മിണിയുടെ എന്താ പറയുക മനസ്സ്, അവളുടെ ബുദ്ധി, അവളുടെ ഇഷ്ടം, അതിനെയൊക്കെ ഒന്ന് ബഹുമാനിക്കണം. അപ്പം അതുപോലെയാണ് നമ്മുടെ ഇന്നത്തെ തലമുറയിലും നമുക്ക് ബഹുമാനിക്കാം. കുട്ടികളുടെ അറിവിനെ, കുട്ടികളുടെ വിവേകത്തെയൊക്കെ നമുക്ക് ബഹുമാനിക്കാം.
എന്നാലും അവർക്ക് പക്വത കുറവായിരിക്കാം. അതുകൊണ്ട് നമ്മൾ നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറയാം. ആ രണ്ട് കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യണം. നാരായണ. അപ്പോൾ നമ്മുടെ സനാതനധർമ്മത്തിൽ സ്ത്രീകൾക്ക് എത്ര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് നോക്കൂ. ആ ഒരു സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തോ അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ടോ ആണ് പിന്നീടത് മാറിപ്പോയത്. അതിലൊരുപാട് എന്താ പറയുക, അരുതായികകൾ കലർന്നുകൂടി, പലതരത്തിലുള്ള അനാചാരങ്ങളൊക്കെ വന്നുകൂടി. നമ്മുടെ സ്വയംഭുവ മനുവിൻ്റെ മകളായ ദേവഹൂതി എന്താ ചെയ്തത്? കർദമ പ്രജാപതിയെ മനസ്സാവരിച്ചു. അച്ഛനമ്മമാര് അതിനനുവദിച്ചുകൊണ്ട് യോഗ്യനായിട്ടുള്ള കർദമ പ്രജാപതിയുടെ അടുത്ത് കൊണ്ടുവന്ന് മകളെ ഏൽപ്പിച്ചു കൊടുത്തു. രാജകീയമായി ജീവിച്ചവളാണ്, പക്ഷെ അവൾ തന്നെ തിരഞ്ഞെടുത്തതാണ് ഈ ബ്രാഹ്മണോത്തമനെ, ഒരു തപസ്വിയായിരിക്കുന്ന കർദമനെ. അത് വളരെ സന്തോഷപൂർവം മനുവും ശതരൂപാദേവിയും അനുവദിച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് തുടങ്ങി നോക്കിയാൽ നമ്മൾ ഏതേത് കാലങ്ങളിൽ ആ സ്വയംവരം എന്നുള്ളതായിട്ടുള്ളൊരു കാര്യം, സീതാദേവിയുടെ ആണെങ്കിലും പാഞ്ചാലിയുടേതാണെങ്കിലും എല്ലാ കാലത്തും ആ സ്വയംവരത്തിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവർക്ക് അതിനുള്ള വിവേകവും എല്ലാം കൊടുത്തിരുന്നു, അറിവ് കൊടുത്തിരുന്നു. ആ അറിവ് കൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ധർമ്മം പിന്നീട് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായി. അത് കാലം കൊണ്ട് സകാലേനേഹ മഹത യോഗോ നഷ്ടഃ പരന്തപ, അതിൻ്റെ എല്ലാ ചീത്തപ്പേരുകളും ഈ സനാതനധർമ്മം കേൾക്കാനിടയാവുന്നു. അത് ഓരോ കാര്യത്തിലും, ഇപ്പോൾ വിവാഹം മാത്രമല്ല, പല കാര്യങ്ങളിലും വന്ന വീഴ്ചകൾ, വന്ന അനാചാരങ്ങൾ എല്ലാം കൊണ്ടും സനാതനധർമ്മത്തെ ഇപ്പോഴുള്ള ഈ നിരീശ്വരവാദികളും അല്ലെങ്കിൽ മറ്റ് മതവാദികൾ നമ്മുടെ സനാതനധർമ്മത്തെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിലുള്ള ദൂഷ്യങ്ങളെ, ഇടക്കാലത്തുണ്ടായ ദൂഷ്യങ്ങളെ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അങ്ങനെ എവിടെയാണ് ചോരയുള്ളതെന്ന് നോക്കി കടിക്കുന്ന കൊതുവിനെ പോലെ, പാല് കുടിക്കാതെ ചോര കുടിക്കുന്ന കൊതുവിനെ പോലെ ഈ ധർമ്മത്തിൽ എവിടെയൊക്കെയാണ് പുഴുക്കുത്തുകളുള്ളത്, കേടുകളുള്ളത്, അതിനെ മാത്രം എന്താ പറയുക, ഗ്ലോറിഫൈ ചെയ്ത്, മാഗ്നിഫൈ ചെയ്ത്, സൂം ചെയ്ത് കാണിക്കുകയാണ്. ഇന്ന് ഒരുപാട് പേരുണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളവർ. അതിന് ഫണ്ട് ചെയ്യുന്നത് എന്തിനാ? നല്ലപോലെ സംസ്കൃതമൊക്കെ പഠിച്ച് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ളവരെയാണ് അവർ ഉപയോഗിക്കുന്നത്. സംസ്കൃതം പഠിച്ച് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾ, ഡോക്ടറേറ്റ് ഒക്കെ ചിലപ്പോൾ വ്യാജങ്ങളൊക്കെ ആയിരിക്കാം, കോപ്പി അടിച്ചതും ഒക്കെ ആയിരിക്കാം. എന്നാലും കുറേ കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്, കുറേ വായിച്ചിട്ടുണ്ട്. വായിച്ചതെല്ലാം വികലമായി വ്യാഖ്യാനിക്കാൻ മിടുക്കന്മാരാണ് അവർ. അപ്പം അങ്ങനെയുള്ളവരെ ഫണ്ട് ചെയ്യാൻ മറ്റ് മതസ്ഥരുണ്ട്, അവർ വിലക്കെടുക്കുകയാണ്. അപ്പോൾ അവരെന്താ ചെയ്യണത്? ഓരോ സഭകളിലും പോയി ഇത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതിനെയെല്ലാം മാഗ്നിഫൈ ചെയ്ത് കാണിക്കുക. ഇതിനെ നമ്മൾ എന്താ പറയുക, ഒന്നുകിൽ അവഗണിക്കുക അല്ലെങ്കിൽ ചെറുക്കുക. അതിന് മറുപടി കൊടുക്കാൻ കഴിവുള്ളവർ മറുപടി കൊടുക്കുക. അത് വേണം. അതിന് നമ്മൾ അറിയണം. നമ്മൾ ഓരോ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ ഉള്ളതായിട്ടുള്ള ഈ കഥകളിലെ നന്മകളെ മുഴുവൻ സെപ്പറേറ്റ് എടുത്തെടുത്തെടുത്ത് ഹൈലൈറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ധർമ്മം എന്ന് കാണിച്ചു കൊടുക്കണം. അതിൻ്റെ നന്മകൾ, അതിൻ്റെ പ്രയോജനം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമുക്ക് ശ്രമിക്കാം, അല്ലേ? എല്ലാവർക്കും കൂടി ശ്രമിക്കാം. അപ്പോൾ രുക്മിണി ഉവാച, രുക്മിണിയുടെ വാക്കുകൾ നമുക്ക് നോക്കാം. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം
രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്തലാഭം ത്വയി അച്യുതാവിശതി ചിത്തമപത്രപം മേ. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്തലാഭം ത്വയി അച്യുതാവിശതി ചിത്തമപത്രപം മേ. രുക്മിണി ഉവാച. രുക്മിണിയുടെ വാക്കുകൾ അവിടെ എഴുതിക്കൊണ്ടുവന്നത് ആ ലേഖനം ബ്രാഹ്മണൻ തന്നെ ഭഗവാന്റെ മുമ്പിൽ വായിച്ച് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ രണ്ട് സംബോധനകളാണ് ഈ ശ്ലോകത്തിലുള്ളത്. ഭുവനസുന്ദര അച്യുത. ഭുവനസുന്ദര എന്നുള്ള പദം ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരനാണങ്ങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും യോഗ്യനാണങ്ങ്, വരണീയനാണങ്ങ് എന്ന് സൂചിപ്പിക്കുകയാണ്. അച്യുത എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നശിക്കാത്തവനാണ്, നാശമില്ലാത്തവനാണ്, ച്യുതിയില്ലാത്തവനാണ് എന്ന് പറയുന്നതിലൂടെ ആ രണ്ട് പദങ്ങൾ ഭഗവാൻ ഗീതയിൽ പറയുന്ന അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്നുള്ള ആ വരികൾക്ക്, ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ചാണ്. അപ്പൊ അച്യുത എന്നുള്ളത് നിത്യം എന്നുള്ള പദത്തെ സൂചിപ്പിക്കുന്നു. അനിത്യമാണ് ഈ ലോകം. ഈ ലോകത്തിൽ വരിക്കേണ്ടത് നിത്യനായ ഭഗവാനെയാണ്. ആ നിത്യ എന്നുള്ള അർത്ഥമാണ് അച്യുത. അപ്പൊ അങ്ങയെ, അച്യുതനായ അങ്ങയെ ഭജിച്ചാൽ, അങ്ങയെ പ്രാപിച്ചാൽ എനിക്കും ച്യുതിയുണ്ടാവില്ല, എനിക്കും നാശമുണ്ടാവില്ല, എനിക്കും നിത്യത്വമുണ്ടാവും. അപ്പൊ ആരെ പ്രാപിച്ചാലാണോ തനിക്കും നിത്യത്വമുണ്ടാവുക ആ ഭഗവാനെ ഞാൻ പ്രാപിക്കുന്നു. നിത്യസ്വരൂപനായ അച്യുതനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അസുഖം എന്ന് പറഞ്ഞു ഭഗവാൻ, അല്ലേ? ഈ ലോകം സുഖമില്ലാത്തതാണ്. ഈ ലോകം വെറും എന്താ പറയുക, മായാജാലമാണ്. തെറ്റിദ്ധരിച്ചാണ് നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നത്. ഇത് സുഖം തരുമെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് ഈ സുന്ദരമായിരിക്കുന്നതൊന്നും വാസ്തവത്തിൽ സുന്ദരമല്ല. ഇതിലെല്ലാം സുന്ദരമായിരിക്കുന്നത്, ഇതിനെല്ലാം സൗന്ദര്യം കൊടുക്കുന്ന ആ സത്സ്വരൂപനാണ്, ഭഗവാനാണ്. അപ്പൊ ഭുവനങ്ങൾക്കൊക്കെ സൗന്ദര്യത്തെ കൊടുക്കുന്ന ആ ചൈതന്യമാണ് ഭുവനസുന്ദരനായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ ആനന്ദം കൊടുക്കുന്ന, സൗന്ദര്യം കൊടുക്കുന്ന ഇതാണ് ഭഗവാന്റെ സ്വരൂപം. അപ്പോൾ നിത്യനും ആനന്ദസ്വരൂപനുമായിരിക്കുന്ന, വരണീയനായിരിക്കുന്ന അങ്ങയെ ഞാനിതാ വരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഇതാണ് വിവേകമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, അല്ലേ? നിത്യാനിത്യ വിവേകമുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അല്പമെങ്കിലും വിചാരം ചെയ്ത് അറിവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ലോകത്തെ അല്ല വരിക്കേണ്ടത്. ഈ ലോകം ദുഃഖപൂർണമാണ്, ദുഃഖയോനയേവതേ. അതുകൊണ്ട് ഭജിക്കേണ്ടത് ഭഗവാനെയാണ് എന്ന് ഈ രണ്ട് സംബോധനകളിലൂടെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് ഭുവനസുന്ദരനായതുകൊണ്ട്, അങ്ങയുടെ അടുത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ഒരു വസ്തുവും ഈ ലോകത്തിൽ ഇല്ലാത്തത് കൊണ്ട് അങ്ങയെ ഞാൻ ഭജിക്കുന്നു. അങ്ങ് നാശരഹിതനായതുകൊണ്ട്, ഈ ലോകമാകട്ടെ നിത്യം പരിണമിച്ചുകൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നിത്യനായ അച്യുതനായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. ഹേ ഭുവനസുന്ദര, ഹേ അച്യുത, ഭഗവാനെ സംബോധന ചെയ്ത് എന്താ പറയണത്? ശൃണ്വതാം കർണവിവരൈഹി നിർവിശ്യ. എപ്പോഴും അങ്ങയെക്കുറിച്ച് കേൾക്കുന്നവരുടെ, ശൃണ്വത എന്ന് പറഞ്ഞാൽ ശ്രവിക്കുന്നവരുടെ, ആരൊക്കെ ശ്രവിക്കുന്നുവോ അവരുടെ കർണവിവരൈഹി, കർണത്തിലെ വിവരം, വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം. അപ്പൊ കർണദ്വാരത്തിലൂടെ, ചെവിയിലൂടെ നിർവിശ്യ പ്രവേശിച്ച് അംഗതാപം ഹരതഃ,
അവരുടെ ഉള്ളിലുള്ള അംഗതാപം, എല്ലാ ദുഃഖങ്ങളെയും, സർവ അവയവങ്ങളിലുമുള്ള പീഡകളെ, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഒക്കെ ഉള്ളതായിട്ടുള്ള താപങ്ങളെ ഹരിക്കുന്നവനാണ് അങ്ങ്. അങ്ങനെയുള്ള ഹരതഃ എന്താ പറയുക, ഭവതഃ എന്നർത്ഥം. ഹരിക്കുന്നവനായ അങ്ങയുടെ ഗുണാൻ, അങ്ങയുടെ ഗുണങ്ങളെ ശ്രുത്വാ കേട്ടിട്ട്. അപ്പോ ആര് കേൾക്കുന്നുവോ ഭഗവാനെ കുറിച്ച്, അവരുടെ കർണദ്വാരങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് അവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളെയും താപങ്ങളെയും നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. നമ്മൾ മുമ്പും ഇത് കേട്ടിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഭഗവാനെ കുറിച്ച് കഥകൾ കേൾക്കുന്നവരുടെ കർണദ്വാരത്തിലൂടെ ഭഗവാൻ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. ഹൃദയത്തിൽ പ്രവേശിച്ച് അവിടെയുള്ള മാലിന്യങ്ങളെയെല്ലാം ഭഗവാൻ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഉള്ളിലെ എന്താ പറയുക, അജ്ഞാനവും കാമക്രോധ ലോപമോഹ മത മാത്സര്യാദി ദോഷങ്ങളും ആണ് നമ്മൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ദുഃഖകാരണമായ നമ്മുടെ അന്ധഃകരണത്തിലെ സകല പാപവാസനകളെയും ഭഗവാൻ അവിടുന്ന് ശുദ്ധീകരിച്ച് നല്ല വെളിവുള്ളതാക്കി മാറ്റുന്നു. നല്ല അറിവിന്റെ പ്രകാശം, അതിൻ്റെ സന്തോഷം പ്രസരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഇതായിട്ട് നമ്മുടെ ഹൃദയത്തെ പരിണമിപ്പിക്കുന്നു ഭഗവാൻ. ആരുടെ ഹൃദയത്തിലാണോ ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും അറിവിൻ്റെ പ്രകാശവും ആനന്ദവും അനുഭവമാകുന്നു. അപ്പോൾ അതാണ് ശൃണ്വതാം കർണവിവരൈഹി നിർവിശ്യ അംഗതാപം ഹരതഃ തവ ഗുണാൻ ശ്രുത്വാ. അങ്ങയുടെ ഗുണങ്ങളെ ഞാനും കേട്ടു. അപ്പോൾ എന്തായി, എൻ്റെ ഉള്ളിലും അങ്ങ് പ്രവേശിച്ചു. എൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളെയൊക്കെ അങ്ങ് ദൂരീകരിച്ചു. എൻ്റെ ഉള്ളിലെ അംഗതാപത്തെ അങ്ങ് ദൂരീകരിച്ചു. ഇപ്പോ അങ്ങ് എൻ്റെ ഉള്ളില് എന്തെന്നില്ലാത്ത ആനന്ദം നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്ങയെ ഞാൻ എൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ദൃശിമതാം ദൃശാം അഖിലാർത്ഥലാഭം തേ രൂപം ദൃഷ്ട്വാ എന്നും ചേർക്കണം. ഇവിടെ ശ്രുത്വ എന്ന് പറഞ്ഞു. ആ ശ്രുത്വ എന്നുള്ളതിനെ പോലെ തന്നെ മറ്റൊരു പ്രയോഗം ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ദൃഷ്ട്വ എന്ന്, അല്ലെങ്കിൽ ഇവിടെ ദൃഷ്ട്വ എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇവിടെ രുക്മിണീ ദേവി കണ്ടിട്ടില്ല, മറ്റുള്ളവരെ ലോകത്തിലുള്ള ആളുകൾക്ക് കാണാം. അപ്പോ ദൃശിമതാം എന്ന് പറഞ്ഞാൽ കണ്ണുള്ളവർക്ക്, കണ്ണുള്ളവരുടെ ദൃശാം കണ്ണുകൾക്ക് അഖിലാർത്ഥ ലാഭം, സകല പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതാണ്, അവരുടെ ജന്മസാഫല്യം നൽകുന്നതാണ് തേ രൂപം. അങ്ങയുടെ രൂപം കാണുകയാണെങ്കിൽ അത്രയും കാണേണ്ടതാണ് അങ്ങയുടെ രൂപം. മനുഷ്യജന്മം എടുത്തിട്ടുള്ള എല്ലാവർക്കും, മനുഷ്യർക്ക് മാത്രമല്ല ആർക്കും, കണ്ണുള്ളവർക്ക് ഏത് ജന്തുക്കൾക്കും കാണാൻ യോഗ്യമായിട്ടുള്ളതാണ്, കാണേണ്ടതാണ് അങ്ങയുടെ രൂപം. പക്ഷേ ജന്തുക്കൾക്ക് എത്രത്തോളം അതിൻ്റെ മാഹാത്മ്യം അറിയുമോ എന്നറിയില്ല. അറിയുന്നവരറിയട്ടെ. മനുഷ്യരായിട്ടുള്ളവർ ഈ ഭഗവാനെയാണ് കാണേണ്ടത്. ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാലോ അഖിലാർത്ഥലാഭം, എല്ലാം ജന്മസാഫല്യമുണ്ടാവുകയാണ്. അങ്ങനെയുള്ള തേ രൂപം ദൃഷ്ട്വാ അഥവാ ശ്രുത്വാ ഹേ അച്യുത എന്തുണ്ടാണു, മേ ചിത്തം അപത്രപം ത്വയ്യാവിശതി. മേ ചിത്തം, എൻ്റെ മനസ്സ്, അപത്രപം ത്രപ കൂടാതെ, ത്രപ പോയിട്ട്, ത്രപം എന്നാൽ ലജ്ജ, ഹ്രീ ലജ്ജ, അതിൻ്റെയൊക്കെ പര്യായം തന്നെ ത്രപം. അപ്പൊ അപത്രപം ലജ്ജ ഒഴിവായിട്ട് നാണമില്ലാതെ ത്വയി ആവിശതി അങ്ങയിൽ പ്രവേശിക്കുന്നു. അപ്പോ എന്താ പറയുക, നല്ല കുടുംബത്തിൽ പിറന്ന കുലസ്ത്രീകൾക്കൊക്കെ പറ്റിയ പണിയാണോ ഇത്? എവിടെയെങ്കിലും ഇരിക്കുന്ന പുരുഷന്മാരെ ത്രപ എന്നുള്ളത് സ്ത്രീകൾക്കുണ്ടാവേണ്ട, പ്രത്യേകിച്ച് കുലസ്ത്രീകൾക്കുണ്ടാവേണ്ട ഒരു ഗുണമാണ്, മൂല്യമാണ്. ഇവിടെ രുക്മിണി പറയുന്നു എനിക്ക് ലജ്ജയില്ല. കാരണം ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഭാവി അത് ശ്രേയസ് ഉള്ളതായി തീരണമെങ്കിൽ, അതിൽ ക്ഷേമമുണ്ടാവണമെങ്കിൽ നമ്മൾ
മടിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹവും സങ്കല്പങ്ങളും നമ്മുടെ അതിനെക്കുറിച്ചിട്ടുള്ള കൺവിക്ഷനും ഒക്കെ തുറന്ന് പറയണം. ആ കാര്യത്തിൽ മടി വേണ്ട, ആർക്കും മടി വേണ്ട. ആരെങ്കിലും നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ നരകതുല്യമാക്കി മാറ്റും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ അവരെ എപ്പോഴും പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. സ്വയം എന്താ പറയുക, ദുഃഖം അനുഭവിച്ചുകൊണ്ടും അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമുള്ള ജീവിതമാകും. നേരെ മറിച്ച് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് കൂടിയുണ്ട്. അതിൻ്റെ നല്ലൊരു ശതമാനം ഉത്തരവാദിത്വം നമുക്കും കൂടിയുണ്ട്. എൻ്റെ ജീവിതം അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം എനിക്കുമുണ്ട് എന്ന് ആർക്കും പറയാം. ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ആർക്കും പറയാനുള്ള അവകാശമുണ്ട്. അത് കഴിഞ്ഞതിൽ വീണ്ടും വിചാരം ചെയ്ത് നല്ലതോ ചീത്തയോ എന്നൊക്കെ തീരുമാനിച്ച് നമ്മൾക്ക് അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാം. അറിവുള്ള രക്ഷിതാക്കൾക്ക്, മുതിർന്നവർക്കൊക്കെ അതിൽ സമ്മതമോ വിസമ്മതമോ അറിയിക്കാം. പക്ഷേ സ്വയം തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യവും കൂടി കൊടുക്കണം എന്ന് പറയുക, അടിച്ചേൽപ്പിക്കുകയല്ല. ഇന്ന് ഒരുപാട് തലമുറകൾ അല്ലേ, നമ്മുടെയൊക്കെ തലമുറകളൊക്കെ അങ്ങനെ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചവരുണ്ട്. അപ്പം അതുകൊണ്ട് മുതിർന്നവർ അടിച്ചേൽപ്പിച്ചത് കൊണ്ട് ഗുണമുണ്ടായവരുമുണ്ട്, ധാരാളം ദോഷമുണ്ടായവരുമുണ്ട്. ഉണ്ടായിട്ടില്ല എന്നൊന്നുമില്ല, ഗുണമുള്ളതുമുണ്ട് ദോഷമുള്ളതുമുണ്ട്. പക്ഷെ അപ്പോൾ ദോഷം വന്നാൽ കുറ്റപ്പെടുത്തും ആരാണോ ഇത് അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ തനിക്കും കൂടി തൻ്റെ ഒരു വോയിസ്, ഒരു സേ, എനിക്കിത് പറയാനുണ്ട്, എൻ്റെ സമ്മതം കൂടി നിങ്ങൾ ചോദിക്കണം. അല്ലാതെ എവിടെയെങ്കിലും ഇരുന്ന് കാണാത്ത ഒരാളെ ആരെങ്കിലുമൊക്കെ കൂടി നിശ്ചയിച്ച് തലയിൽ കെട്ടിവെക്കുന്ന പരിപാടി ഇനിയുള്ള കാലം നടക്കാനും പോകുന്നില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നല്ല സ്വതന്ത്ര ചിന്തയുള്ളവരാണ്. അവരുടെ ആ സ്വാതന്ത്ര്യത്തെയും അവരുടെ അറിവിനെയും അവരുടെ ഭാവിയെക്കുറിച്ച് അവരുടെ സ്വപ്നങ്ങളെയും ഒക്കെ നമ്മൾ മാനിക്കണം എന്ന് പറയാം. കടുംപിടുത്തം പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും, ഇത് പേരൻറ്റിങ്ങിൻ്റെ ഒരു പാഠമാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ദേവി പറയണു, രുക്മിണി പറയണു, എനിക്ക് ഒരു ലജ്ജയുമില്ല എന്ന് മേ ചിത്തം അപത്രപം ത്വയി ആവിശതി. ലജ്ജ കൂടാതെ എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് ആവേശിക്കുന്നു, പ്രവേശിക്കുന്നു. കാരണം ഏറ്റവും യോഗ്യനായിട്ട് ഞാൻ അങ്ങയെ അറിയുന്നു. ഭുവനസുന്ദരൻ അങ്ങാണ്. അങ്ങയുടെ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ, അങ്ങയുടെ ശ്രേഷ്ഠതയുടെ മുമ്പിൽ, യോഗ്യതയുടെ മുമ്പിൽ ഏഴയലത്ത് നിൽക്കാൻ ആർക്കും യോഗ്യതയില്ല. ഈ ശിശുപാലനൊന്നും എവിടെയും വരില്ല. അപ്പം അതുപോലെയുള്ള ശിശുപാലന്മാരെ എനിക്ക് സമ്മതമല്ല. എൻ്റെ ജീവിതം ഈ ശിശുക്കളെ പാലിച്ചുകൊണ്ട് സംസാര ദുഃഖങ്ങൾ മുഴുകി ദുരിതപൂർണമാക്കുവാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആനന്ദസ്വരൂപനായ ഭുവനസുന്ദരനായ അങ്ങയെയാണ് ഇഷ്ടം. അങ്ങയെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങാണ് അച്യുതൻ, നാശരഹിതൻ. ബാക്കിയുള്ളവരൊക്കെ ചുതിയുള്ളവരാണ്, നശിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള അങ്ങയെക്കുറിച്ച് ഞാൻ വെറുതെ അല്ല, മഹാത്മാക്കളിൽ നിന്ന് കേട്ടിട്ടാണ് അങ്ങ് എൻ്റെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു. അപ്പം എൻ്റെ മനസ്സുകൊണ്ട് അങ്ങയെ എൻ്റെ ഭർത്താവായി വരിച്ച് ഇനി ഞാൻ വേറൊരാളെ വരിക്കുന്നതും ശരിയല്ല. അതൊരു വ്യഭിചാരം പോലെയാണ്. അപ്പോൾ അതെനിക്ക് സമ്മതമായിട്ടുള്ളതല്ല. എനിക്ക് വേറൊരാളിൽ ഇതുപോലെ മനസ്സുറയ്ക്കാൻ ഇനി പ്രയാസമാണ്. അങ്ങയിൽ എൻ്റെ മനസ്സ് ഉറച്ചുപോയി. ഇത് ഞാൻ ലജ്ജയില്ലാതെ തുറന്ന് പറയുന്നു. കാരണം ഇത് എൻ്റെ ജീവിത പ്രശ്നമാണ്, എൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്. അത് വളരെ നന്നായിട്ട് ദേവി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെ അവതരിപ്പിക്കാൻ എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യം ഉണ്ടാവട്ടെ. ആ ധൈര്യം അച്ഛനമ്മമാരാണ് കൊടുത്ത് വളർത്തേണ്ടത്.
ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർമ്മ വിവരൈർ ഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്തലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. അപ്പോൾ ഈ ശ്ലോകമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭാഗവതം ഇഷ്ടാവും. കൊള്ളാലോ, അന്ന് കാലത്തെ 5000 വർഷം മുമ്പേ രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് പറയാനുള്ളതാണല്ലോ രുക്മിണി പറഞ്ഞിരിക്കുന്നത്. ഇത് കൊള്ളാലോ എന്ന് നമ്മുടെ കുട്ടികൾക്കും തോന്നട്ടെ. അപ്പോൾ അവർക്ക് ഈ ഗ്രന്ഥങ്ങളോടൊക്കെ ബഹുമാനം ഉണ്ടാവും. ഇത് പഴഞ്ചനല്ല, ഇത് മോസ്റ്റ് മോഡേണുമാണ്. അതുകൊണ്ടാണ് ഇതിന് പുരാണം എന്ന് പറയുന്നത്. പുരാപി നവം, പഴയതാണെങ്കിലും എന്നും പ്രസക്തിയുള്ളതാണ്. ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്കൊരു നാണക്കേടായിട്ട് തോന്നുന്നില്ല, ഒരു ദോഷമായിട്ട് തോന്നുന്നില്ല. കാരണം ഏറ്റവും യോഗ്യനാണ് അങ്ങ്. അങ്ങയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിയുള്ളവരുടെ പ്രവൃത്തിയാണ്. എനിക്ക് ഇതിൽ അഭിമാനമേ ഉള്ളൂ, ലജ്ജയില്ല. അങ്ങയെ അല്ലാതെ പിന്നെ ആരെയാ തിരഞ്ഞെടുക്കുക? ഇത്രയും യോഗ്യനായിട്ടുള്ള അങ്ങയെക്കുറിച്ച് കേട്ട് അങ്ങയെ തിരഞ്ഞെടുത്തില്ലെങ്കിലാണ് നാണക്കേട്, മോശം എന്നാണ് അടുത്ത ശ്ലോകം അവതരിപ്പിക്കുന്നത്. കാത്വാം മുകുന്ദ മഹതീ കുലശീലരൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. കാത്വാം മുകുന്ദ മഹതീ കുലശീലരൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. ഈ ശ്ലോകത്തിലും ഭഗവാനെ 2 സംബോധന, മുകുന്ദ എന്നും നൃസിംഹ എന്നും, ഗംഭീര സംബോധനകളാണ്. മുകുന്ദ എന്ന് വിളിക്കുമ്പോൾ മുക്തിപ്രദ, മോക്ഷം ദാനം ചെയ്യുന്നവനെ എന്ന് തന്നെയാണ് അർത്ഥം. നൃസിംഹ എന്ന് പറയുമ്പോൾ നരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായവൻ, പരാക്രമിയായിരിക്കുന്നവൻ, നല്ല വീര്യമുള്ളവൻ എന്നൊക്കെ അർത്ഥം. അപ്പൊ എല്ലാ യോഗ്യതകളും ഉള്ള ആൾ തന്നെയാണ് അങ്ങ്. നരശ്രേഷ്ഠനാണ്, നൃസിംഹനാണ്. അങ്ങനെയുള്ള ഭഗവാനെ കുലവതി മഹതി ധീര കാ കന്യാ. കാ കന്യ, ഏതൊരു കന്യയാണ്? ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഉള്ള, എന്തൊക്കെ യോഗ്യതകൾ? കുലവതി, നല്ല സംസ്കാരമുള്ള കുലത്തിൽ ജനിച്ചവൾ, നല്ല മുതിർന്നവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് പക്വതയാർജിച്ചിട്ടുള്ള ഒരു കുലത്തിൽ ജനിച്ചവളായ ഒരു സ്ത്രീ. മഹതി, മഹത്തായ ഗുണങ്ങളെല്ലാം ആർജിച്ചിട്ടുള്ളവൾ, എല്ലാ യോഗ്യതകള് ഉദാരമതിയായിരിക്കുന്നവൾ. ധീര, ബുദ്ധിമതിയായി മനസ്സിനെ അടക്കിയിട്ടുള്ളവൾ, ഇമോഷണലി എടുത്തു ചാടുന്നവളല്ല, നല്ല വിവേകപൂർവം പെരുമാറുന്നവളാണ് ധീര. അപ്പൊ അങ്ങനെയുള്ള ധീരയായിട്ടുള്ള കാ കന്യ, ഏതൊരു കന്യയാണ്? കുലശീലരൂപ വിദ്യാവയോ ദ്രവിണധാമഭിഹി ആത്മതുല്യം നരലോകമനോഭിരാമം ത്വാം കാലേ പതിം ന വൃണീത. കാലേ എന്ന് പറയുമ്പോൾ വിവാഹകാലേ എന്നർത്ഥം. വിവാഹപ്രായമായി കഴിയുമ്പോൾ ത്വാം പതിം ന വൃണീത, ഏത് കന്യകയാണ് ത്വാം അങ്ങയെ പതിയായിട്ട് വരിക്കാതിരിക്കുക? അങ്ങനെ ആരെങ്കിലും വരിക്കാതിരിക്കുകയാണെങ്കിൽ അവൾക്ക് അങ്ങയെക്കുറിച്ച് ഒന്നുകിൽ അറിയില്ല, അല്ലെങ്കിൽ വിവേകം തീരെ, തെരഞ്ഞെടുപ്പിന് അറിയില്ല. വിവേകമില്ലായ്മയാണ്. അറിഞ്ഞിട്ടും തെരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ അത് വിവേകമില്ലായ്മ, മൗഢ്യം. അറിയാതിരിക്കുന്നത് ദൗർഭാഗ്യം. ഭഗവാനെക്കുറിച്ച് ഒട്ടും അറിയാതിരുന്നു, കുറേ കാലം കഴിഞ്ഞിട്ടാണ് മഹത്വം അറിഞ്ഞത്. അപ്പോഴേക്കും വേറെ വിവാഹമൊക്കെ കഴിച്ചു പോയി. പാവം, എന്താ ചെയ്യുക? ദൗർഭാഗ്യം. നേരെ മറിച്ച് അറിഞ്ഞിട്ടും അതിനെ വേണ്ട പോലെ അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളാതെ അതിനെ ത്യജിക്കുകയാണെങ്കിൽ അത് മൗഢ്യം. അപ്പോ ഏതൊരു ധീരയായ, മഹതിയായ, കുലവതിയായ ഒരു കന്യക
അങ്ങയെ പതിയായിട്ട് വരിക്കില്ല ന വൃണീത. എങ്ങനെയുള്ള അങ്ങയെ? കുല ശീല രൂപ വിദ്യ വയോ ദ്രവിണ ദാമഭി ആത്മതുല്യം. ആത്മതുല്യം എന്ന് പറഞ്ഞാൽ ഈശ്വരതുല്യം എന്നൊരർത്ഥം, അല്ലെങ്കിൽ തനിക്ക് തുല്യം, തനിക്ക് സമമായിട്ടുള്ള, അല്ലേ, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയും പോലെ ആ ദമ്പതികളായിരിക്കാൻ യോഗ്യരായിരിക്കുന്നവർ. ചേർച്ചകളൊക്കെ എല്ലാ തരത്തിലും ചേർച്ച, ഇതാണ് ചേർച്ച നോക്കേണ്ടത്, അല്ലാതെ ജാതക ചേർച്ചയല്ല. അപ്പൊ എന്തൊക്കെയാ നോക്കേണ്ടത്? കുലതുല്യത നോക്കണം. ഒരുപോലെയുള്ള സമൂഹം, ഒരുപോലെയുള്ള സംസ്കാരമുള്ളവരായിട്ടുള്ള ആളുകളായിരിക്കണം. വിഭിന്ന സംസ്കാരങ്ങളാണെങ്കിൽ കൺഫ്യൂഷനും കോൺട്രഡിക്ഷനും എപ്പോഴും പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ കുലം കൊണ്ടുള്ള യോജിപ്പ് നോക്കണം. ശീലം എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങൾ, മാനേഴ്സ്, പെരുമാറ്റങ്ങൾ, ഹാബിറ്റ്സ്, ഇതൊക്കെ നോക്കണം. പരസ്പരം അത് ഒന്ന് ചർച്ച ചെയ്യണം. അങ്ങനെയുള്ള ശീലങ്ങൾ ഒരുപോലെയുള്ള ആളുകൾ തമ്മിൽ ചേർന്ന് പോവുകയുള്ളൂ. രൂപം, ഒരാൾ സുന്ദരനും ഒരാൾ വിരൂപയുമാണെങ്കിൽ എങ്ങനെ ചേർന്ന് പോകും? രണ്ട്, എന്താ പറയുക, ഒരാൾക്ക് അപകർഷതാബോധം വന്നു ചേരും, മറ്റൊരാൾക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വന്നു ചേരും. അങ്ങനെ പരസ്പരം അകന്നു പോകും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് എപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാറ്റിലും കുറ്റം കാണും. ഇപ്പോൾ പലരും ചെയ്യാറുണ്ട്. നല്ല ധനികന്മാരായിട്ടുള്ള യുവാക്കള് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാം എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് എപ്പോഴും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെങ്കിലോ അത് കലഹം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം അതിനെ എപ്പോഴും തന്നെ പരിഹസിക്കുന്നതായിട്ട് തോന്നും. താൻ ഇവിടെ ചേരുന്നില്ല എന്നൊരു ബോധമാണ്. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞാലും, അല്ലെ, അമ്മായിയമ്മ എന്ത് പറഞ്ഞാലും, ഭർത്താവിൻ്റെ സഹോദരങ്ങളോ ബന്ധുക്കളോ എന്ത് പറഞ്ഞാലും തന്നെ പരിഹസിക്കുന്ന രീതിയിൽ, കമൻ്റ് അടിക്കുന്ന രീതിയിലൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യും. എന്നിട്ട് എപ്പോഴും കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഭർത്താവിന് സ്വൈരം കൊടുക്കുകയില്ല. ഓ, എന്താ പറയുക, അതിലും സമന്മാർ തമ്മിലായിരിക്കണം. അതാണ് കുലത്തിൽ സമത, ശീലങ്ങളിൽ സാമാന്യം, രൂപം, സൗന്ദര്യം ഒരുപോലെ ഇരിക്കുക. ഒരാൾ നല്ല അമാവാസി പോലെയും ഒരാൾ പൗർണമി പോലെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അതിലൊക്കെ യോജിപ്പ് നോക്കണം. വിദ്യ, അറിവ്, ഒരാൾ അത്യന്തം വിദ്യാഭ്യാസം ഇല്ലാത്ത മൗഢ്യം, വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ഒരാളും മറ്റൊരാൾ വളരെ ബുദ്ധിയുള്ള ആളുമാണെങ്കിൽ തമ്മിൽ എങ്ങനെയാ ചേർന്ന് പോവുക? ഇയാൾ പറയുന്നത് അയാൾക്കും മനസ്സിലാവില്ല, അയാൾ പറയുന്നത് ഇയാൾക്കും പരിഹാസമായി തോന്നും. അപ്പൊ വിദ്യ, വയസ്സ് വളരെ പ്രധാനമാണല്ലോ, അല്ലേ? കുറേ വയസ്സ് വ്യത്യാസമുള്ളവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് വയസ്സുകൊണ്ട് ഒരു സമാനത വേണം. കഴിയുന്നതും പുരുഷന്മാർക്ക് ഒരു 2, 5, 10 വയസ്സ് വരെയൊക്കെ പണ്ട് അനുവദിച്ചിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ വയസ്സ് ആർക്ക് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല എന്നായിട്ടുണ്ട്. അങ്ങോട്ടും ഇവിടും എടാ പോടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വയസ്സിന് ഒരു ബഹുമാനം കൊടുക്കാൻ 2, 3 വയസ്സ് കൂടിയവരാണെങ്കിൽ ആ ബഹുമാനം ഉണ്ടാവും. അതാണ് ദ്രവിണം, ധനം, ആ ധനസ്ഥിതിയും സമമായിരിക്കണം. ധാമഭിഹി, ധാമം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥാനമാനങ്ങൾ, പ്രഭാവം, അതൊക്കെയാണ് ധാമം. നല്ല രാജവംശത്തിലാണ് ഒരാൾ, മറ്റൊരാൾ ദരിദ്ര കുടുംബത്തിലാണെങ്കിൽ ചേരില്ല. അപ്പൊ എല്ലാം കൊണ്ടും ആത്മതുല്യം, തനിക്ക് തുല്യനായിരിക്കുന്നവനും, നരലോക മനോഭിരാമം, നരലോകത്തിന്റെ മനസ്സിനെ അഭിരമിപ്പിക്കുന്നവനുമായിരിക്കുന്ന അങ്ങയെ പോലെ, ത്വാം, അങ്ങയെ വിവാഹകാലത്ത് പതിയായിട്ട്, ഭർത്താവായിട്ട് ഏതൊരു കന്യ വരിക്കില്ല. ഏതെങ്കിലും കന്യയ്ക്ക് അങ്ങേ വേണ്ട എന്ന് പറഞ്ഞാൽ ആ കന്യയ്ക്ക് ഒട്ടും വിവരമില്ല, ഭഗവാനെ കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ വിവരമില്ല എന്നർത്ഥം. അപ്പോൾ ഇത് വളരെ ഗംഭീര വിഷയമാണ്. നമുക്ക് നാളെ രാവിലെ ഒന്നുകൂടെ നോക്കാം, തുടർന്ന് കാണാം. എനിക്കൊരു ചെറിയ കാര്യമുണ്ട് എനിക്ക്.
ഇവരുടെ ക്ലാസ് നടക്കുന്നതിൽ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ